ഇത് പെരുന്നാളിൻ്റെ സേവന വരാട്ടാ. പെരുന്നാൾ തലേന്ന് മൊത്തം ഒന്ന് വൃത്തിയാക്കി അതിൻ്റെ കൂട്ടത്തിൽ 4 ഭാഗം മിറ്റടിച്ച് കത്തിക്കുന്ന നല്ല മഴ ഇരുട്ടി പെയ്യുന്നുണ്ട്. സമയം ഏകദേശം 6:30 മണിയായിക്ക്. ഒരുപാട് മാച്ചപ്പുണ്ടായിരുന്നു. ഉമ്മ പറഞ്ഞ് തേച്ചും കത്തിക്കണ്ട, കുറച്ചവിടെ വാരി വെച്ചേക്കുന്നിട്ട് അങ്ങനെ കുറേ വാരി വെച്ച് ബാക്കി അങ്ങനെ തന്നെ കത്തിച്ച് പാമ്പെങ്ങാനും വന്നു നിന്നാൽ ചവിട്ടിപ്പോവല്ലോ. പിന്നെ എനിക്കൊന്ന് ഹോസ്പിറ്റലിൽ പോകണം. ഇപ്പം പിന്നെ അതന്നെയല്ലേ ഉണ്ടാവലുള്ളൂ. 8 മണിക്കൊരു ഡോക്ടർ വരുന്നുണ്ട് രാത്രിക്കത്തെ. അത് മാത്രമല്ല ഇവർ ഇപ്പം പോവുകയും ചെയ്യുന്നു. ഉമ്മ ഒന്നും എടുക്കുന്നുണ്ട് മുറ്റത്തുനിന്ന്. ഇവർ പോകാൻ വേണ്ടിയിട്ടുള്ള എല്ലാം കെട്ടാക്കി വെക്കുന്നുണ്ട്. ഞാൻ ഹോസ്പിറ്റലിൽ ചെന്ന് നോക്കുമ്പം 8 മണിക്ക് വരുന്ന ഡോക്ടർ 9 മണിക്കാണ് വരും. അപ്പോൾ കുറച്ച് ഇരിക്കണം എന്ന് പറഞ്ഞു. മോള് പറഞ്ഞ് ഞാനെന്നാൽ അത് കഴിഞ്ഞിട്ടാ പോകുന്നുള്ളൂ, അതനുസരിച്ചിട്ട് എന്നെ കൂട്ടാൻ വരുവാൻ പറയാ എന്ന് പറഞ്ഞു. ഓല് കുറേ നിന്നിട്ട് പോകുന്നതാണ്. അതുകൊണ്ട് ഭയങ്കര ഒരു സങ്കടം. എന്നാലും പെരുന്നാൾക്ക് പോകാണ്ടിരിക്കാനും പറ്റൂല. ഇനി ഇങ്ങോട്ട് ഇപ്പോൾ ഒന്നും വരൂല. കാരണം മദ്രസ തുറക്കുന്ന, സ്കൂൾ തുറക്കുന്ന, മഴ ആയാലോള് തീരെ വരുമോ നോക്കൂല. ഒന്നാമത് കുറച്ച് ദൂരമുണ്ട്. പിന്നെ പറയും ഉമ്മ മഴയല്ലേ ഇനിയിപ്പം വരും കയ്യല്ല, മക്കൾ സ്കൂളിൽ നിന്ന് വരും, മക്കൾ വരുമ്പോഴത്തേക്ക് നിങ്ങൾ വരണം എന്ന് പറയും. അപ്പം ഞാൻ വിചാരിക്കും എന്നാൽ പിന്നെ പോട്ടെ. എന്നാലും ഈ വെക്കേഷനിൽ ഞാൻ പ്രതീക്ഷിക്കാത്ത നിൽക്കലാന്ന്. ഓളൊരിക്കൽ വന്നാലും രാവിലെ എന്താ അവസ്ഥ എന്ന് ചോദിച്ചാൽ പറയും എന്നെ ഇന്ന് കൂട്ടാൻ വരുന്നുണ്ടെന്ന് പറയും. ചിലപ്പോൾ ഇന്നലെ വൈകുന്നേരം വന്നതായിരിക്കും. അല്ലെങ്കിൽ വന്ന് കുറച്ച് വെക്കുമ്പം പറയും എൻ്റെ ഉറപ്പൊന്നുമില്ലേ ഉമ്മ, ഞാൻ ചിലപ്പോൾ ഇന്ന് രാത്രിക്ക് തന്നെ പോകുമെന്ന് പറയും. പക്ഷേ ഇത് ഓള് പോയാലും മക്കൾ പോകില്ലല്ലോ. മക്കളിവിടെ അല്ലേ മദ്രസയിൽ എന്നുള്ള ഒരു ധൈര്യം ഉണ്ട് എനിക്ക്. പിന്നെ മക്കളുള്ളിടത്തല്ലേ ഓളും നിൽക്കുക എന്നുള്ള അതും ഒരു ധൈര്യമുണ്ട്. പിന്നെ ഓൻ വരുന്ന സമയത്തൊക്കെ പോകാണ്ടിരിക്കാൻ പറ്റൂല. അപ്പോൾ ഓൻ വരുമേലെ അങ്ങ് പോകും. എന്തെങ്കിലും ആവട്ടെ, 1.5 മാസം ഓളും മക്കളും എൻ്റെ കൂടെ ഉണ്ടേനും അതൊരിക്കലും മറക്കാൻ പറ്റാത്തൊരു നിമിഷം. അത് നല്ലോണം ഞാൻ എൻജോയ് ചെയ്തിട്ട്. അങ്ങനെ 9 മണിക്ക് ഡോക്ടർ വന്ന് എന്നെ കാണിച്ച് നമ്മൾ കത്തിച്ചിങ്ങ് പോയിരുന്നു. കാരണം 8 മണിക്കാണ് ഡോക്ടർ വരുക എന്നിട്ട് ഓൾ അതിനനുസരിച്ചിട്ട് അവളെ കൂട്ടാൻ വരുവാൻ പറഞ്ഞത്. അപ്പോൾ 1 മണിക്കൂർ ലേറ്റായല്ലോ. അങ്ങനെ ഞാനും മോനും കൂടിയാണ് പോയത് ഹോസ്പിറ്റലിൽ. ഇപ്പം പിന്നെ 9 മണി 10 മണി എന്നൊന്നും ഇല്ലല്ലോ. സ്കൂട്ടിയുള്ളത് കൊണ്ട് എപ്പം പോവാലും. അല്ലെങ്കിൽ ഓട്ടോറിക്ഷ വിളിക്കണം, ഓട്ടോറിക്ഷക്കാരും ഉണ്ടാവില്ല. ഇനിയിപ്പോൾ ഉണ്ടെങ്കിൽ തന്നെ എന്നാ പറയേണ്ടത്, കത്തിക്കുന്ന പൈസക്കാ പറയുക. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് ഇന്നത്തെ വീഡിയോ ഉള്ളൂ. ഈ നമ്മളെ വണ്ടീൻ്റെ വേക്കിൽ തന്നെ ഇവരെ കൂട്ടാനും വരുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ടാറ്റാ.